വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ A to Z ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ് എവിടെയാണോ നിർത്തിയിട്ടുള്ളത് അതിനുശേഷം വരുന്ന കുറച്ച് എൻ്റെയർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. കാരണം നമുക്കറിയാം എക്സാമിൻ്റെ അടുത്തോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ എൻ്റെയർ തിയറി പഠിക്കുന്നതിന് ഉപരി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സിലബസ് പ്രകാരമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിൽ ഏകദേശം ഒരു 90% ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. തിയറി പോർഷൻ ആണെങ്കിൽ പോലും ഇതിൽ തിയറിയിൽ നിന്ന് വരുന്ന 90% ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിൽ നിന്ന് വരുന്ന 90% ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്തരത്തിൽ തിയറി ഭാഗത്ത് നിന്ന് വരുന്ന പ്രതീക്ഷിക്കാം. കഴിഞ്ഞ എക്സാമുകളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു വെച്ചത് കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്യൂൽ യൂസ്ഡ് ഇൻ ഫോർജ്ഡ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിൽ നിന്ന് വരുന്ന കോൾ എന്ന് പറഞ്ഞിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാം കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരി എന്നാണ് നമ്മൾ സാധാരണ ഇന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കരി അപ്പോൾ ഈ കരി എന്ന് പറഞ്ഞിട്ടുള്ള കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഫസ്റ്റ് ഫ്യൂൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കോളാണ്. ഓൾസോ കോൾഡ് നമുക്കറിയാം ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് കോളിനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. കോൾ റിസർവ് ആർ 6 times ഗ്രേറ്റർ ദാൻ ഓയിൽ ആൻഡ് പെട്രോളിയം. ഇപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ആൻഡ് പെട്രോളിയത്തിനെക്കാട്ടിലും 6 ഇരട്ടി കൂടുതലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മോസ്റ്റ് ഓഫ് ദ വേൾഡ് കോൾ ഈസ് ഫോംഡ്, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കാർബോണിഫറസ് കോളായിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. കാർബോണിഫറസ് കോളായിട്ടായിരിക്കും. ആലോചിച്ച് വെക്കണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതകളുണ്ട് കാർബോണിഫറസ് കോളായിട്ടായിരിക്കും ലോകത്തിലെ എല്ലാ കോളുകളും എല്ലാം എന്ന് പറയാൻ പറ്റില്ല, മോസ്റ്റ് ഓഫ് കൂടുതൽ 90% ഓഫ് കോളും ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്കറിയാം ടൈപ്പ് ഓഫ് കോൾ എന്ന് പറഞ്ഞാൽ പീറ്റ്, ലിഗ്നൈറ്റ്, അതുപോലെ തന്നെ ബിറ്റ്മിനസ്, ആൻഡ്രൻസൈറ്റ് കോള്. നമ്മളിത് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് ബാക്കി വെച്ചിട്ടുള്ള ഭാഗമായിരുന്നു എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുള്ള ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിൽ ഭൂമിയിലെ കോളിൻ്റെ ടോട്ടൽ മറ്റ് ഫ്യൂവൽസിനെ അപേക്ഷിച്ച് കോളിൻ്റെ എത്ര ടൈംസ് ഉണ്ട്? 6 times എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 times എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കി വെക്കാം. മോസ്റ്റ് വേൾഡ് കോൾ ആർ ഏത് ഫോമിലായിരിക്കും? കാർബോണിഫറസ് ഫോമിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, അതുപോലെ തന്നെ ആൻഡ്രൻസൈറ്റ് കോളായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ആദ്യത്തെ ടൈപ്പ് എന്താണ് പറയുന്നത്? പീറ്റ് എന്നാണ് പീറ്റ് ഈസ് എ ഇനീഷ്യൽ. നമുക്കറിയാം ഫസ്റ്റ് നമ്മുടെ ഒരു കോള് ഭൂമിയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്കറിയുന്ന ഒന്ന് ലെവലൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് കോൾ ഉണ്ടാകുന്നത്. ഇപ്പോഴുള്ള മരങ്ങളൊക്കെ കുറേ കാലങ്ങൾ വർഷങ്ങളും നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കാണുന്ന മരങ്ങളും നമ്മുടെ അവശിഷ്ടങ്ങളൊക്കെ കോളായിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീറ്റ് എന്ന് പറയപ്പെടുന്നത്. ലോ ഗ്രേഡ് സ്റ്റേജ് ഓഫ് കോൾ എന്ന് ഇതിനറിയപ്പെടുന്നു. ആലോചിച്ച് വെച്ചോ, കിട്ടിയോടാ. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് സോഫ്റ്റ് ആണ്, ബ്രൗണിഷ് മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ കളർ ബ്രൗണിഷ് ആണ്. ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഇനീഷ്യൽ സ്റ്റേജുകളൊക്കെ ബ്രൗണിഷ് ആണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെ പ്ലാന്റ് ആണ്. ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏകദേശം 75% മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു കോളിൻ്റെ കേസ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എന്ത് പറയുന്നത്? മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ കേസ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ലോ കാർബൺ ആണ്. കാർബണിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. 60% ഓഫ് കാർബൺ ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. മോയ്സ്ചർ കണ്ടൻറ്റ് ഹൈ മോയ്സ്ചർ ആണെങ്കിൽ നമ്മുടെ പീറ്റിൻ്റെത് ലോ കാർബൺ കണ്ടൻ്റ് ആണ്. കാരണം അതൊന്നും ഉണ്ടായി വരുന്നല്ലോ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതുപോലെ തന്നെ ബേണിംഗ് ലെസ് എഫിഷ്യൻ്റ്ലി ലൈക്ക് വുഡ്, എമിറ്റിംഗ് സ്മോക്ക്. അപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള കോളുകൾ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അത് എഫിഷ്യൻ്റ്ലി കത്തുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്മോക്ക് ഉണ്ടാവാനുള്ള സാധ്യത നമുക്കറിയാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലും ഈ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്മോക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലാണെന്നൊന്നും മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് ഇതിന് പറഞ്ഞതാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നിങ് ലെസ് ഏകദേശം 40 മുതൽ 55% ഓഫ് കാർബൺ ആണ്. നമുക്കറിയാം ലെസ് എമൗണ്ട് ഓഫ് കാർബൺ ആണ് ഈ പീറ്റിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കേടാ, റെഡി. അടുത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ലിഗ്നൈറ്റിൻ്റെ കേസായിരുന്നു. ബ്രൗൺ കോളാണ്. നമുക്കറിയാം എല്ലാത്തിനും ബ്രൗൺ കളറാണ്. എന്നാലും ലിഗ്നൈറ്റ് നമ്മൾ പറയപ്പെടുന്നത് എന്തിനാണ്? ബ്രൗൺ കോൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോവർ ഗ്രേഡ് കോളിനാണ് വീറ്റിന് അതുപോലെ തന്നെ
ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ഗ്രേഡ് കോളാണ്. അതിലുള്ള കാർബൺ പെർസെൻറ്റേജ് എന്താണ്? 40 മുതൽ 55% ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, പഠിച്ചു വെക്കണം, നോട്ട് ചെയ്ത് വെച്ചോ. ചോദിക്കാം സാധ്യതകളുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആണ്. പീറ്റിനും തൊട്ടടുത്തുള്ള ഏറ്റവും ഹയർ ഗ്രേഡിനേക്കാളും ഇൻ്റർമീഡിയറ്റ് മീഡിയം ലെവലിലുള്ള ഒരു കോൾ സ്റ്റേറ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഡാർക്ക് ടു ബ്ലാക്ക് ബ്രൗൺ ആണ് കളർ വരുന്നത്. കുറച്ചും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പീറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ബ്രൗണിഷ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്രൗണിലേക്ക് ഈ കളർ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് ഇവിടെ കുറയുന്നുണ്ട്, 35% കുറയുന്നുണ്ട്. അണ്ടർഗോ സ്പോണ്ടേനിയസ് കോമ്പഷൻ, പെട്ടെന്ന് കത്തുന്നതൊക്കെ എന്തായിരിക്കും? ലിഗ്നൈറ്റ് ആയിരിക്കും. പെട്ടെന്ന് കത്താനുള്ള ടെൻഡൻസി കൂടുന്നത് ഇത്തരത്തിലായിരിക്കും. ഓക്കെ, കിട്ടിയോടാ. അടുത്ത് നോക്കാം ബിറ്റ്മിനസ് കോള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞു. ഒന്നുകൂടി നമുക്ക് നോക്കാം അല്ലേ. മോസ്റ്റ് വൈഡ്ലി അവൈലബിൾ യൂസ്ഡ് കോളാണ്. ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ചോദ്യം വന്നു ഏറ്റവും കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള കോൾ ഏതാണ്? ബിറ്റ്മിനസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈഡ്ലി ആയിട്ട് കാണുന്നത്. പിന്നെ നേരത്തെ ഒരു പഠിച്ചിട്ടുണ്ട്, ഒന്ന് ചോദിക്കാം, ഏതൊരു ഫോമിലാണ് കോളുകൾ കാണാം? കാർബോണിഫറസ്. ആലോചിച്ച് വെക്കണം. ഇവിടെ പറയുന്നത് എന്താ? മോസ്റ്റ് വൈഡ്ലി അവൈലബിൾ ആയിട്ട്, അവൈലബിലിറ്റി ഏറ്റവും വൈഡ്ലി വരുന്നത് ബിറ്റ്മിനസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയോ. മറ്റേതിനെ അപേക്ഷിച്ചിട്ടോ. ഓക്കേടാ. ഡ്രൈവ് ഇറ്റ്സ് നെയിം ആഫ്റ്റർ ലിക്വിഡ് കോൾഡ് ബിറ്റുമിൻ. 40% 80% ഓഫ് കാർബൺ. 40 മുതൽ 80% ഓഫ് കാർബൺ ആണ്. കാർബൺ പെർസെൻറ്റ് പഠിച്ചിരിക്കണം. മോയ്സ്ചർ ആൻഡ് വോളറ്റൈൽ കണ്ടൻറ്റ് കുറഞ്ഞ് വരികയാണ്. 15 മുതൽ 40% എത്തി, കുറഞ്ഞ്. അപ്പം ഏറ്റവും ടോപ്പിൽ എത്തുന്നതിനനുസരിച്ച് കാർബൺ കണ്ടൻറ്റ് കൂടുകയും അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചു വെക്കുക. റെഡി? അടുത്ത് നോക്കുക, ആൻഡ്രസൈറ്റ് കോൾ കുറച്ച് പഠിക്കാനുണ്ടാകും. ബെസ്റ്റ് ക്വാളിറ്റി ഹാർഡ് കോൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ബ്രൗൺ കോൾ പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് കോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ഹാർഡ് കോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഏകദേശം കാർബൺ കണ്ടൻറ്റ് കൂടുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്ര? 80% മുതൽ 95% വരെ എന്താണ്? ആൻഡ്രസൈറ്റ് കോളാണ്. വെരി ലിറ്റിൽ വോളറ്റൈൽ മാറ്ററാണ്. വാട്ടർ പോലുള്ള മാറ്റേഴ്സ് ഒക്കെ കുറവായിരിക്കും. നെഗ്ലിജിബിൾ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് മോയ്സ്ചറിൻ്റെ അളവ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കി വെക്കുക. സെമി മെറ്റാലിക് ലുസ്ചറാണ്. അതിൻ്റെ സ്ട്രക്ചറിനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഗ്നൈറ്റ് സ്ലോലി, ലെസ് ലോസ് ഓഫ് ഹീറ്റ്, ഹൈലി എഫിഷ്യൻറ്റ്. നല്ലയാണ് കത്തുക, പക്ഷേ നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇഗ്നൈറ്റ് സ്ലോലി ആൻഡ് ബേൺ വിത്ത് നൈസ് ഷോർട്ട് ബ്ലൂ ഫ്ലെയിം. അതായത് നമ്മളിവിടെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ബ്ലൂ ഫ്ലെയിം ആയിരിക്കുന്ന സമയത്ത് ഏത് കോളായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ആൻഡ്രസൈറ്റ് കോളായിരിക്കും എന്ന് പറയാൻ പറ്റണം. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യസിലെ ഫൗണ്ട് ലോണ്ട് ജമ്മു കാശ്മീർ. ജസ്റ്റ് ഒരു ജനറൽ നോളജ് ആഡ് ചെയ്തതാട്ടോടാ. ജമ്മു കാശ്മീർ ആൻഡ് ദ സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റി ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ആൻഡ്രസൈറ്റ് കോൾ ഇന്ത്യയിൽ കാണപ്പെടുന്നത് മോസ്റ്റ് കോമൺലി ജമ്മു കാശ്മീർ ആണെന്ന് മനസ്സിലാക്കി വെക്കണം. ഫൈൻ. നമുക്ക് അടുത്ത് നോക്കിയാലോ. കോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കോക്കാണ്. നമുക്കറിയാം സോളിഡ് ഫ്യൂവൽ കോക്ക് സ്പെസിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ലോ ആഷ് ആൻഡ് സൾഫർ കണ്ടന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യണം. ലോ ആഷ് ആൻഡ് സൾഫർ കണ്ടന്റ് ഉള്ളതിനെയാണ് നമ്മൾ കോക്ക് എന്നറിയപ്പെടുന്നത്. ദ ഹൈ ഫിക്സ്ഡ് കാർബൺ കണ്ടന്റ് ആണ്. കാർബൺ കണ്ടന്റ് ഹൈ ആയിരിക്കും. കോക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ, കോളിനനുസരിച്ച് ഏറ്റവും ടോപ്പിലുള്ളതുപോലെ തന്നെ 85 മുതൽ 90% എന്തുണ്ടാവുന്നു? അവിടെ കാർബൺ കണ്ടന്റ് ഉണ്ടാവുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. കിട്ടിയോ? അതുപോലെ തന്നെ ഹൈ നെറ്റ് കലോറിഫിക് വാല്യൂ. ഇവിടെ നോക്കുക, NCV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് കലോറിഫിക് വാല്യൂ ആണെന്ന് ആലോചിച്ച് വെക്കണം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. നെറ്റ് കലോറിഫിക് വാല്യൂ. അതർ ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻ ആർ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായിരിക്കും, ടിപ്പിക്കലി കുറവായിരിക്കും. കോക്കിന് മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയായിരിക്കും? നമുക്കറിയാം അത്രയും പഴകുന്നതിനനുസരിച്ചായിരുന്നു മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞ് സീറോയിലേക്ക് എത്തിപ്പെടും. അതാണ് കാർബൺ കണ്ടൻറ്റ് കൂടി വരും. അതാണ് ഇവിടെ കോക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് ഫ്യൂൽ യൂസ്ഡ് ഇൻ ഫോർജിങ് വർക്ക്ഷോപ്പ് അല്ലേ, ഫോർജിങ് വർക്ക്ഷോപ്പിലെ ഫ്യൂൽസിനെ പറ്റി നമ്മൾ 2 ഫ്യൂൽസിനെ കുറിച്ച് പഠിച്ചു. അത് ഓർത്ത് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റുകളൊക്കെ കിട്ടുന്നുണ്ട്. ഈ പോയിന്റുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള 100% ഉറപ്പുകൾ നമുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത് എന്താ പറയുന്നത്, നമ്മൾ കുറച്ചും കൂടി എന്താണ് എഞ്ചിനീയറിംഗ് സിവിലോസ്, നമ്മളെന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗമായിട്ടുള്ള ഒരു PSCയുടെ എഞ്ചിനീയറിംഗ് ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. കുറച്ചുകൂടി കെമിക്കൽ ഭാഗത്തിൽ നിന്ന് മാറിയിട്ട് ഫ്യൂവൽ ഭാഗത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ഭാഗത്ത് ടൂൾസിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള ഹാമറിൻ്റെ കേസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കഴിഞ്ഞ മെക്കാനിക്കൽ PSCകൾ വെൽഡിംഗ് ആയാലും മറ്റെന്ത് PSCകളിലായാലും ഏറ്റവും കൂടുതൽ ടൂൾസിൻ്റെ കേസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ഏറ്റവും
കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഹാമർ എന്ന് മനസ്സിലാക്കി വെക്കുക. അതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയുന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേട്ട് നിൽക്കാം. അറിയാത്തവർ ഫസ്റ്റ് ടൈം ക്ലാസ് കേൾക്കാൻ ഹാമറിനെ കുറിച്ച് ക്ലാസ് ചെയ്യണം. ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിലെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. കാരണം ഈ സമയത്ത് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഞാൻ മാർക്ക് ചെയ്തു തരാം. അപ്പോൾ അതൊന്ന് എഴുതി വെക്കുക, അതൊന്ന് റിപ്പീറ്റ് അടിക്കുക. ടൈം നമ്മുടെ മുമ്പിൽ കുറവാണ്. ഇനി 32-33 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കണമെന്ന് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് ഹാമർ എന്ന് പറഞ്ഞാൽ ഹാമർ മേഡപ്പ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ സാധാരണ കേസിൽ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആലോചിച്ച് വെക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് പറയുന്നത്, ഈ മേഡപ്പ് ഓഫ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ സാധാരണ കേസുകളിൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഹാമറിൻ്റെ കേസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. ഹാമർ ഈസ് മേഡപ്പ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറിയാത്തവരൊന്നും കൂടിയും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക മക്കളെ. ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീലാണ്. വൈ ദ വുഡൻ ഹാൻഡിൽ മസ്റ്റ് ബി കേപ്പബിൾ ടു അബ്സോർബിങ് ഷോക്ക് അല്ലേ. വുഡൻ ഹാൻഡിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു വന്നാൽ അബ്സോർബിങ് ഷോക്ക് എന്ന് പറഞ്ഞ ഉത്തരം ഉണ്ടെങ്കിൽ കിട്ടിയില്ലേ, ഒരു മാർക്ക് കിട്ടിയില്ലേ. അപ്പോൾ 2 മാർക്ക് നിലവിലിവിടെ. ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ എന്തിനാണ് ഒന്നുകൂടി പറഞ്ഞു ആലോചിച്ച് നോക്ക്. ഹാമർ ആസ് മേഡപ്പ് ഓഫ് എന്ന് ചോദിച്ചു. അബ്സോർബിങ് ഷോക്ക് എന്തിനാണ്, ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്താ, അബ്സോർബിങ് ഷോക്കാണ്, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോയാലോ. ഫേസ് എന്താണ്, നമുക്ക് അതിൻ്റെ പാർട്ടുകൾ കേസും പറയാം. എന്താണ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആണിയൊക്കെ അടിക്കുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ആണിയാണ് സാധാരണ യൂസ് ചെയ്യുക. അതായത് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫേസ്. അപ്പോൾ ഫേസ് ഞാൻ ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാം. ദ ഫേസ് ഈസ് സ്ട്രൈക്കിംഗ് പോർഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രൈക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗത്തിനാണ് ഫേസ് എന്നറിയപ്പെടുന്നത്. എ സ്ലൈറ്റ് കോൺവെക്സിറ്റി ഈസ് ഗിവൺ ടു അവോയ്ഡ് ദ ഡിഗിങ് ഓഫ് ദ എഡ്ജ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ചോദ്യം, സാറേ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വരുന്നത്, ഇവിടെ തന്നെ കിട്ടിയില്ലേ. എന്തിനാണ് സ്ലൈറ്റ് കോൺവെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്ലൈറ്റ് കോൺവെക്സിറ്റി കൊടുത്തിട്ടുള്ളത്, ഡിഗിങ് ഓഫ് എഡ്ജിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഒരു പോയിന്റ് കിട്ടിയോടാ. യെസ്. അപ്പോൾ ഫേസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഫേസ് ഒരു കോൺവെക്സിലായതുകൊണ്ട് അപ്പോൾ 2 പോയിന്റ് തന്നെ അവിടെ പറയാൻ പറ്റും. ഫേസ് ഏത് തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഷേപ്പ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സിറ്റി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. കോൺവെക്സ് രീതിയിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂസേജ് എന്താ, ഡിഗിങ് ഓഫ് എഡ്ജ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിലേക്ക് വരാം. ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് പീൻ എന്നാണ്. പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീൻ ഈസ് ദ അതർ എൻഡ് ഓഫ് ദ ഹെഡിൻ്റെ അതർ എൻഡ് ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് പീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷേപ്പിംഗ് ആൻഡ് ഫോർമിംഗ് വർക്ക് ലൈക്ക് റിവെറ്റിംഗ് ആൻഡ് ബെൻഡിങ്. ആലോചിച്ച് വെക്കേണ്ടത്, പീൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ റിവെറ്റിങ്ങിൻ്റെ ചോദ്യങ്ങളിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. അപ്പം എത്ര ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു തിയറി നമ്മളൊന്ന് പഠിക്കുന്ന സമയത്ത് എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസറുകളാണ് കിട്ടുന്നത് നോക്കണം. ഈ ഒരു ഭാഗത്ത് തന്നെയല്ലേ നമുക്ക് PSCയുടെ ചോദ്യങ്ങൾ വരാറുള്ളത്. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെന്നും വിട്ട് അല്ലേ PSC പഠിക്കാതെ പോകുന്ന ഭാഗവും ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ച് വെച്ചോളൂ കേട്ടോ. പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസിങ് ഷേപ്പിംഗ് ഓഫ് ഫോർമേഷൻ വർക്ക് ലൈറ്റ് റിവെറ്റിങ്ങിനും ബെൻഡിങ്ങിനും യൂസ് ചെയ്യുന്നത് അല്ലേ. റിവെറ്റിങ്ങിനും ബെൻഡിങ്ങിനും യൂസ് ചെയ്യുന്നത് എന്തിനാണ്, പീൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഹാമറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പീനും ഫേസുമായിരിക്കും ഏറ്റവും കൂടുതൽ ഹാർഡൻഡ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. കാരണം അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് പർപ്പസുകളൊക്കെ നടക്കുന്നത് പീനും ഫേസിലുമാണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു ഫിഗറിലേക്ക് നോക്കൂ. ഈ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ചീക്ക് എന്നറിയപ്പെടുന്നു, 2 ഭാഗം. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിന് നെക്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിന് ഐ ഹോൾ എന്നറിയപ്പെടുന്നു, ഐ ഹോൾ എന്ന് ഐ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തിന് വെഡ്ജ് എന്നറിയപ്പെടുന്നു. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്ക് എന്നറിയപ്പെടുന്നു. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഇനി ഐ ഹോൾ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഈ ഒരു ഫിഗറിൽ ആക്കി കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഐ ഹോൾ എന്നറിയപ്പെടുന്നത് അല്ലേ. ദ ഐ ഹോൾ ഈസ് മീൻ ഫോർ ഫിക്സിങ് ദ ഹാൻഡിൽ. അടുത്ത ചോദ്യം ആൻസർ കിട്ടി. ഹാമർ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഭാഗം ഏതാണ്, ചോദ്യം കിട്ടി. ഏതാ വരുന്നത്, ഐ ഹോളാണ്.
ഇറ്റ് ഈസ് ഷേപ്പ്ഡ് വിത്ത് ഫിറ്റ് ഹാൻഡിൽ റിജിഡ്ലി എന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് പറയുന്നത്. ദ വെഡ്ജ് ഫിക്സ് ദ ഹാൻഡിൽ ഇൻ ദ ഐ ഹോൾ എന്ന് പറയപ്പെടുന്നു. അതായത് ഹാൻഡിലിനെ ഫിക്സ് ചെയ്യാൻ നമ്മൾ ആണിയൊക്കെ സാധാരണ കേസിൽ നമ്മൾ ആണികളൊക്കെ അടിച്ചിട്ടാണ് അവിടെ, അതിന് പറയുന്ന പേരാണ് വെഡ്ജ് എന്ന് പറയുക. ഐ ഹോളിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിൽ ഉള്ളിലുള്ള സെൻട്രൽ പോർഷനെ നമ്മൾ വെഡ്ജ് എന്നറിയപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ റിജിഡ്ലി ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഐ ഹോളിൻ്റെ ഷേപ്പ് ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളണം കേട്ടോ. നമ്മുടെ നോട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഐ ഹോളിൻ്റെ ഷേപ്പ് എന്താണ് അല്ലെ, ജസ്റ്റ് സെൻറ്ററിലേക്ക് കോൺവെക്സ് ആയിട്ട് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, എൻ്റെ ഓർമ്മയിൽ വന്നപ്പോഴുള്ള ചോദ്യമാണ്. ഓക്കെ, അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഫാമേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആപ്ലിക്കേഷൻ ഓഫ് ഫാമേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻസ് തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ വരുന്നത് ദ ബോൾ പീൻ ഈസ് യൂസ്ഡ് ടു റിവെറ്റിംഗ്. ഈ ഒരു പീൻ ഭാഗമാണ് റിവെറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. ദ ക്രോസ് പീൻ ഈസ് യൂസ്ഡ് ടു സ്പ്രെഡിങ് ദ മെറ്റൽസ്. ക്രോസ് പീൻ എന്ന് പറയുന്നത് ബോൾ പീൻ എന്ന് പറയപ്പെടുന്നത് നമുക്ക് റിവെറ്റിങ്ങിന് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രോസ് പീൻ എന്താണ് ക്രോസ്, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഹാൻഡിലിനനുസരിച്ച് നമുക്കറിയാം അതിൻ്റെ ഈ ഒരു പോർഷൻസ്, ഇത് നമ്മുടെ പീൻ ഭാഗത്തുനിന്ന് ഈ ഒരു പോർഷൻസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രോസ് പീൻ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പ്രെഡിങ് ദ മെറ്റൽസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രെയിറ്റ് പീൻ യൂസ്ഡ് ടു കോർണേഴ്സിന് വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് പീൻ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ബോൾ പീൻ ഹാമർ യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് എ ചിസൽ പാർട്ടിങ് മെറ്റൽസ് അല്ലേ. നമുക്കറിയാം ചിസൽസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോൾ പീൻ ഹാമേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹാൻഡിലിനനുസരിച്ച് ഈ ഹെഡ്, നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലല്ല നമ്മുടെ ഈ ഒരു ഹാമറിൻ്റെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയം നമുക്കില്ലാത്തതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കടാ, ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്, ഹാമറിൻ്റെ ആപ്ലിക്കേഷൻസ്, അതായത് ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നൊന്ന് നോക്കി വെച്ചോളാം. കിട്ടിയോടാ? റെഡി? നമുക്കറിയാം ക്രോസ് പീൻ എന്താണ്, സ്ട്രെയിറ്റ് പീൻ എന്താണ്, അതുപോലെ തന്നെ ബോൾ പീൻ എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നോക്കാലോ, സ്വേജ് ബ്ലോക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വേജ് ബ്ലോക്ക് എന്താ വരുന്നത്, സ്വേജ് ബ്ലോക്ക് ഈസ് എ വെർസറ്റൈൽ ടൂൾ യൂസ്ഡ് ഇൻ മെറ്റൽ വർക്കേഴ്സ് for bending, punching, drifting and shaping metals by using the various grooves and holes. ആലോചിച്ച് വെച്ചോ, ഇവിടെ ചോദ്യം വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, ബെൻഡിങ്ങിനും പഞ്ചിങ്ങിനും ഡ്രിഫ്റ്റിങ്ങിനും യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം സ്വേജ് ബ്ലോക്ക് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഗ്രൂവ്സ് ആൻഡ് ഹോൾസ് യൂസ് ചെയ്തിട്ട് ബെൻഡിങ്, പഞ്ചിങ്, ഡ്രിഫ്റ്റിങ്, ഷേപ്പിങ്ങിന് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? നമുക്ക് സ്വേജ് ബ്ലോക്കാണ്, മനസ്സിലാക്കി വെക്കുക. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വേജ് ബ്ലോക്സ് ഫോർജ് ഷോപ്പ് ഇസ് ടിപ്പിക്കലി മേഡ് ഓഫ് കാസ്റ്റ് അയൺ കൊണ്ടാണ് സ്വേജ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? സ്വേജ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു മെറ്റീരിയലിനെ കൊണ്ടാണ് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്, അതിന് പറയുന്ന പേരാണ് കാസ്റ്റ് അയൺ. ഓക്കെ, പർപ്പസ് എന്തിനാണ്? ദേ ആർ യൂസ്ഡ് ടു മെറ്റൽ വർക്കേഴ്സ് ഫോർ ഷേപ്പിംഗ് വർക്ക്, ബെൻഡിങ് ദ സ്പെസിഫിക് ഫോംസ് ആൻഡ് ഫോർ ഹോൾഡിംഗ് ദ വർക്ക് വൈൽ ഹെഡിങ് ദ ബോൾട്ട് ആൻഡ് സ്വേജിങ് ദ ബാസ്. ഇത്തരം ഈ ഒരു ഭാഗങ്ങൾ, ഞാൻ ഈ ഒരു പർപ്പസ്, ഇതിൻ്റെ പർപ്പസുകളാണിത്. ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ വരും. നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ബെൻഡിങ്, പഞ്ചിങ്, ഡ്രിഫ്റ്റിങ്, അതുപോലെ ഷേപ്പിംഗ് ഓഫ് ദ മെറ്റൽസ് ഒക്കെ യൂസ് ചെയ്യാൻ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വേജ് ബ്ലോക്കാണ്. സ്വേജ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കാസ്റ്റ് അയൺ കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. കിട്ടിയോടാ? ഇനി അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് സ്വേജ് ബ്ലോക്സ് ആർ മേഡ് അപ്പ് ഓഫ്, എന്തിനാണ്? കാസ്റ്റ് അയൺ അല്ലായിരുന്നോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ തന്നെ പറഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ദ യൂസ് ഓഫ് ഗ്രൂവ്സ് ആൻഡ് സ്ലോട്ട് പ്രൊവൈഡ് ദ സ്വേജ് ബ്ലോക്സ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് പറഞ്ഞു കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ, യെസ്, കുറേ ആൾക്ക് കിട്ടുന്നുണ്ട്, എന്നാലും ഒന്നുകൂടി പറയടാ. കുറേ ആൾക്കാർ പെൻഡിങ് ഉണ്ട്, ഒന്ന് നോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തന്നെ, വലിയ സംശയങ്ങളൊന്നും പാടില്ല, ഇപ്പം തന്നെ പറഞ്ഞല്ലോ. ഓക്കെ, അടുത്തെന്താ? ടോങ്സ് എന്നാണ്. നമുക്കറിയാം ഹോൾഡ്, ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ചൂടായിട്ടുള്ള ഭാഗങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടോങ്സ് ആണ്. ടോങ്സ് ഈസ് വർക്ക്ഷോപ്പ് ഫോർ എസെൻഷ്യൽ ടൂൾ ഫോർ ഗ്രിപ്പിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ദ ഹോട്ട് ഓർ ഓഡ് ഷേപ്ഡ് മെറ്റൽസ് ആക്ടിങ് ആസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഹാൻഡ്സ് ഇൻ സേഫ്റ്റി ആൻഡ് കൺട്രോൾ. ഈ ഒരു ഫിഗറിൽ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഹാൻഡ്സ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോങ്സ് എന്ന് പറയപ്പെടുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗ്രിപ്പിൻസ് ആണ്. ഹോട്ടായിട്ടുള്ള ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ദ ലെങ്ത് ഓഫ് ദ ടോങ്സ് മേ ബി വേരി ഫ്രം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ലെങ്ത് ഓഫ് ദ ടോങ്സ് എന്താണ്? 45 മുതൽ 65 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം.
വിത്ത് ദ ലെങ്ത് ഓഫ് ദ ജോ, അതിൻ്റെ ജോ വരുന്നത് എത്രയാണ്? 7.5 മുതൽ 14 സെൻറ്റിമീറ്റർ വരെയാണ്. കിട്ടിയോടാ? ലെങ്ത് ഓഫ് ദ ജോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്, ഇതാ ഈ ഒരു ഫിഗറിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്. അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് ദ ജോ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെയാണ് വരുന്നത്. കിട്ടിയോടാ? കിട്ടി. അപ്പോൾ ലെങ്ത് വരുന്നത് 45 മുതൽ 65 വരെയാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് ദ ജോ എന്ന് പറഞ്ഞാൽ 7.5 മുതൽ 14 സെൻറ്റിമീറ്റർ ആണ്. ബ്ലാക്ക് സ്മിത്ത് ടോങ്സ് ആർ ജനറലി മേഡപ്പ് ഓഫ് മൈൽഡ് സ്റ്റീലിനെ കൊണ്ടായിരിക്കും. പലതരത്തിൽ ടോങ്സുകളുണ്ട്. മൈൽഡ് സ്റ്റീലിനെ കൊണ്ടായിരിക്കും. പല ടെക്സ്റ്റ് ബുക്കിലും പലതാണ് വരുന്നത്. എന്നിരുന്നാലും നമ്മൾ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാടാ, മൈൽഡ് സ്റ്റീലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ ഏതൊരു ബുക്കിൽ എന്താണോ കണ്ടത് അതൊന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. എടാ ഈ ഒരു ചോദ്യത്തിൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ പഠിച്ചതിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഫൈൻ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം ആനുവൽ അല്ലേ. ആനുവൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ ഏത് വർക്ക്ഷോപ്പിൽ ജനറൽ വർക്ക്ഷോപ്പ് എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്യുമ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ആനുവൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ആനുവൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഭാഗങ്ങളൊന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പോട്ടെ. യൂണിറ്റിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഹീൽ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റൗണ്ട് ചെയ്തിട്ടുള്ള ഭാഗം ഹീൽ. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ഈ റൗണ്ടഡ് ആയിട്ടുള്ള അതിൻ്റെ ഹീലിൻ്റെ ഓപ്പോസിറ്റുള്ളതിന് പറയുന്ന പേരാണ് ഹോൺ. ഓക്കെ, പിന്നെ നമുക്കറിയാം ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. നമ്മുടെ സ്ട്രൈക്കിംഗ് പർപ്പസ് ഒക്കെ നടക്കുന്ന ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. ഹാർഡി ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രിച്ചൽ ഹോൾ എന്ന് പറയുന്നുള്ളൊരു പോർഷൻ ഉണ്ട്. ഒരു ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ നമുക്കറിയാം. ഇതൊക്കെ ഞാൻ റൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച് എവിടെയൊക്കെയാണെന്നൊന്ന് മനസ്സിൽ എന്ത് ചെയ്യുക, ഒരു ഇമാജിനറി ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്ത് വെക്കണം മക്കളെ. ഓക്കെ, അതുപോലെ തന്നെ ഫൂട്ട് ഉണ്ട്, ബേസ് ഉണ്ട്, വീസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബോഡി ഉണ്ട്. കിട്ടിയോ? റെഡി? അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഓരോ പാർട്ടിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കാം. റെഡി? Purpose of blacksmith anvil is to provide working surface for supporting the metal when it is being forged. ഫോർജ് ചെയ്യുന്ന സമയത്ത് മെറ്റലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹാമേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ നമുക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അൻവിൽ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് സ്മിത്ത് അൻവിൽ ഹാസ് എ ഫ്ലാറ്റ് ഫേസ് വിത്ത് ഹോൺ വൺ ആൻഡ് 2 holes in the flat face opposite the horn. ഹോണിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഭാഗത്തിൻ്റെ നേരത്തെ ഓപ്പോസിറ്റ് 2 ഹോൾസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേര് ഹീൽ എന്നായിരുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേര് ഹീൽ എന്നായിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തിൻ്റെ പേരാണ് ഹോൾസ്. ഹോൾസ് എന്ന് നേരത്തെ മറ്റേ പറഞ്ഞപ്പോൾ കൂടി പോയതാ. ഹോൺ എന്നറിയപ്പെടുന്നു. 2 ഹോൾസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ പേര് പഠിച്ചു വെക്കണം. ഓക്കെ, anvil are primarily made up of എന്തിനുകൊണ്ടാണ് മേഡപ്പ്? ഹാർഡൻഡ് സ്റ്റീലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഹാർഡൻഡ് ആയിട്ടുള്ള സ്റ്റീലിനെ കൊണ്ടാണ് അൻവിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഭാഗത്തിനെ പറ്റി പഠിച്ചാലോ. ഫസ്റ്റ് ഫേസിനെ കുറിച്ച് പഠിക്കാം. ദ മെയിൻ ഫ്ലാറ്റ് ആൻഡ് ഹാർഡൻ ടോപ്പ് സർഫസ് യൂസ്ഡ് മോസ്റ്റ് flattening and general shaping task and smooth dying free face important to prevent a defect and work. നമുക്കറിയാം അവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേസിൽ വെച്ചിട്ടാണ് സ്ട്രൈക്കിംഗ് പർപ്പസുകളും അതുപോലെ തന്നെ ഫ്ലാറ്റനിങ് പർപ്പസുകളൊക്കെ നടക്കുന്നത് ഫേസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്, അധികം പോകുന്നില്ല. അതുപോലെ തന്നെ ഹോൺ എന്ന് പറഞ്ഞിട്ടുള്ള അതിന് വേറൊരു പേരുണ്ട്, ബേക്ക് എന്നറിയപ്പെടുന്നത് ഹോണിനാണെന്ന് മനസ്സിലാക്കി വെക്കുക. ദ പ്രൊജക്റ്റിംഗ് കോണിക്കൽ റൗണ്ട് സെക്ഷൻ അറ്റ് വൺ എൻഡ് യൂസ്ഡ് ടു ഫോർജിങ് കർവ്ഡ് ഓർ റൗണ്ടഡ് ഷേപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം അനവിൽ കർവ്ഡ് ആൻഡ് റൗണ്ട് ഷേപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗം ഹോൺ ഓർ ബേക്ക് എന്നായിരിക്കും. ഇവിടെ പഠിച്ചിരിക്കണം, ഈ ഒരു പോയിന്റ് പഠിച്ചിരിക്കണം. അതുപോലെ ഹാർഡേ ഹോളും അതുപോലെ തന്നെ പ്രിച്ചൽ ഹോളും പഠിച്ചിരിക്കണം. ഹാർഡേ ഹോൾ എന്താണ്? എ സ്ക്വയർ ഹോൾ. ഹാർഡേ ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് പഠിച്ചിരിക്കണം, സ്ക്വയറാണ്. ഓക്കെ, സ്ക്വയർ ഹോൾ ഇൻ ദ ഫേസിൻ്റെ ഭാഗത്താണ് ഉണ്ടാകുക. ടിപ്പിക്കലി ടുവേർഡ്സ് ദ ഹീലിൻ്റെ ഭാഗത്താണ്, ഫേസിലാണ്, ഹീലിൻ്റെ ഭാഗത്തേക്കാണ്. യൂസ്ഡ് ടു ഹോൾഡ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ്. നമുക്കറിയാം ഈ ഫോർജ്ഡ് വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല ഷേപ്പ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡി ഹോൾസ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാർഡി ഹോളിൻ്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സച്ച് ആസ് അനവിൽ കട്ടർ
ഹാർഡ് ഡ്രിൽ ടൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഈ ഒരു പോയിന്റിൽ പഠിച്ചിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. സെക്യൂർലി എന്തിനാണ് നമ്മൾ ഹാർഡ് ഡേ ഹോൾസ് ഉണ്ടാക്കുന്നത്, എന്തിനാണ് അവിടെ നമുക്കറിയാം ജനറൽ വർക്ക്ഷോപ്പുകളിൽ അതുപോലെ ബ്ലാക്ക് സ്മിത്തിയിൽ പലതരം ഷേപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. പലതരം ഷേപ്പുകളിലുള്ള ആ ടൂൾസിനൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഷേപ്പ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഹാർഡ് ഹോളിൻ്റെ ടിപ്പിക്കലി ടുവേർഡ്സ് ഹീലിലായിരിക്കും, ഹീലിൻ്റെ പോർഷൻസിലായിരിക്കും. അതുപോലെ തന്നെ പഠിച്ചിരിക്കുന്നത് ഫേസ് ഹീലിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ ഫോട്ടോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. റെഡി. അതുപോലെ തന്നെ പ്രിച്ചിൽ ഹോൾ എന്ന് പറഞ്ഞാൽ എ സ്മോളർ റൗണ്ട് ഹോളാണ്, ഒരു റൗണ്ട് ഹോളാണ്. രണ്ടിനും ഷേപ്പ് പഠിച്ചിരിക്കുന്നത്. നേരത്തെ ഹാർഡ് ഹോൾ എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ്. എൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് ഹോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രിച്ചിൽ ഹോൾ എന്ന് പറഞ്ഞാൽ സ്മോളറാണ്, ചെറുതായിരിക്കും, മറ്റേ അപേക്ഷിച്ച് ചെറുതായിരിക്കും, റൗണ്ട് ഹോളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഓഫൻ നിയർ ദ ഹാർഡ് ഹോൾ, ഹാർഡ് ഹോൾ നിയർ ആണ്. ഹാർഡ് ഹോൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഫേസിലാണ് ഉണ്ടായിരുന്നത്. ഫേസിൻ്റെ ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം, ഒന്ന് പറഞ്ഞു നോക്കുക. ഫേസിൻ്റെ ഏത് ഭാഗത്താണ്? ഹീലിൻ്റെ ഭാഗത്താണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സ്ഥലത്ത് ഹാർഡ് ഹോളിൻ്റെ തൊട്ടടുത്ത് റൗണ്ട് ഷേപ്പിലാണ് പ്രിച്ചിൽ ഹോൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. യൂസ്ഡ് പ്രൈമറിലി ഫോർ പഞ്ചിങ് ഹോൾസ് ത്രൂ ഹോട്ട് മെറ്റൽസ് വിത്തൗട്ട് ഡാമേജ് ഇൻ ദ മെയിൻ ഫേസ്. അതായത് പഞ്ചിങ് ഹോൾസ് ഫോർ ഹോട്ട് മെറ്റൽസ്, ഇത് ഇങ്ങനെ തന്നെ ചോദ്യങ്ങൾ വരാൻ സാധ്യത. പഞ്ചിങ് ഹോൾസ് ഫോർ ഹോട്ട് മെറ്റൽസ്, രണ്ട് ചോദ്യങ്ങൾ ഇവിടെ വരാം. ഇതിൻ്റെ പ്രിച്ചിൽ ഹോളിൻ്റെ ഷേപ്പ് എന്താണ്? റൗണ്ടാണ്. അതുപോലെ തന്നെ ഹാർഡ് ഹോളിൻ്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രിച്ചിൽ ഹോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ അണ്ടർലൈൻ ചെയ്തോളാം. പഞ്ചിങ് ഹോൾസ് ത്രൂ ഹോട്ട് മെറ്റൽസ് വിത്തൗട്ട് ഡാമേജ് ഇൻ ദ മെയിൻ ഫേസ്. വിത്തൗട്ട് ഡാമേജിങ് ദ മെയിൻ ഫേസിനെ ഡാമേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹോട്ട് മെറ്റൽസിന് എന്താക്കാൻ വേണ്ടിയിട്ട്, പഞ്ചിങ് ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രിച്ചിൽ ഹോളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹീൽ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. ഈ ഒരു ഹോണിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ബേക്കിൻ്റെ ഓർ ഹോൺ, ഈ ഒരു ഭാഗത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന ഹീലാണ്. ദ ഫ്ലാറ്റ് സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് ഹോൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്? സ്മോൾ ഫ്ലാറ്റ് ലെഡ്ജ് ബിറ്റ്വീൻ ദ ഹോൺ ആൻഡ് ഫേസ് ഓഫ് യൂസ് ടു കട്ടിംഗ് പ്രോപ്പറേഷൻ. നമുക്ക് പഠിച്ചിരിക്കേണ്ട ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ദ ഫേസ് സ്ക്വയർ ഓഫ് ദ ഓപ്പോസിറ്റ് ദ ഹോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മനസ്സിലാക്കി. ഓരോ ടൂൾസിനെ പറ്റി, ഓരോ ഫേസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഇവിടെ ചോദിക്കാനുള്ള സാധ്യതകൾ ഏതൊക്കെയായിരുന്നു? ഹോണിൻ്റെ ഷേപ്പ് എന്താണ്? ബേക്കിൻ്റെ ഷേപ്പ് എന്താണ്? അതുപോലെ തന്നെ ഹാർഡ് ഹോളിൻ്റെ ഷേപ്പ് എന്താണ്? അതുപോലെ തന്നെ പ്രിച്ചിൽ ഹോളിൻ്റെ ഷേപ്പ് എന്താണ്? അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുക ഫോർജിങ് കർവ്ഡ് റൗണ്ട് ഷേപ്പായിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അനവിലിൻ്റെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യാമെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ, പ്രിച്ചിൽ ഹോൾ എന്തിനാണെന്ന് യൂസ് ചെയ്ത് ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഹാർഡ് ഹോൾ എന്തിൻ്റെ ഷേപ്പ് എന്തിനാണെന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഹാർഡ് ഹോളും പ്രിച്ചിൽ ഹോളും ഏത് ഭാഗത്താണ് അനവിലിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റണം, ഹീൽ എന്നാണ് അല്ലേ. ഓക്കെ, കിട്ടിയോടാ? അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഭാഗമാണ് ചിസൽ കാണുമ്പോൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ചിസലിംഗ് ആംഗിൾസ് ആണ്. പല മെറ്റൽസിൻ്റെ ചിസലിംഗ് ആംഗിൾ ഉണ്ട്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ചിസൽ എന്ന് പറയുന്ന പോർഷനിൽ എന്താക്കാം, ജസ്റ്റ് ഒന്ന് എന്താണ് തിയററ്റിക്കൽ ഓവർവ്യൂ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ എന്തിനാണ് ചിസൽ യൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ചിപ്പിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ റിമൂവിങ് എക്സസ് മെറ്റൽസ് വിത്ത് ഹെൽപ്പ് ഓഫ് എ ചിസൽ ആൻഡ് ഹാമർ. നമുക്കറിയാം ചിപ്പിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചിസൽ യൂസ് ചെയ്യുന്നത്. ചിസലിൻ്റെ കൂടെ തന്നെ ഹാമറിനോട് സ്ട്രൈക്ക് ചെയ്താൽ ചിപ്പിംഗ് ഓപ്പറേഷൻ നടക്കുള്ളൂ എന്ന് നമുക്കറിയാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ചിപ്പിംഗ് സർഫസ് ബീങ് റഫ് ദേ ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ഫയലിംഗ്. അല്ലേ, ചിപ്പിംഗ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ റഫായിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാവുക, അത് ഫയൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മിനുസപ്പെടുത്തണം എന്നാണ് അവിടെ പറഞ്ഞത്. കിട്ടിയോ? കിട്ടി. അടുത്തെന്താ? ചിസൽ ആർ മേഡപ്പ് ഓഫ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈ കാർബൺ സ്റ്റീലിനെ കൊണ്ടാണ് ചിസൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രോം വനേഡിയം സ്റ്റീൽ. ഓക്കെ, ഹൈ കാർബൺ സ്റ്റീലിനെ കൊണ്ടാണ് ചിസൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ചില കേസുകൾ ക്രോം വനേഡിയം സ്റ്റീലിനെ കൊണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. രണ്ടും മനസ്സിൽ വേണ്ട. ഹൈ കാർബൺ സ്റ്റീൽ HCS, അതുപോലെ തന്നെ ക്രോം വനേഡിയം സ്റ്റീൽ, രണ്ടും നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവുള്ളൂ, അത് ഏതാണെന്ന് പറയാൻ പറ്റില്ല. റെഡി. അതുപോലെ തന്നെ ദ ക്രോസ് സെക്ഷൻസ് ഓഫ് ചിസൽ യൂഷ്വലി ഹെക്സഗൺ ആൻഡ് ഒക്ടഗൺ. നമ്മുടെ വെൽഡിങ്ങിൻ്റെ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, പഠിച്ചു വെച്ചുകൊള്ളണം. ഈ ഒരു ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചടാ. ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. വെൽഡിങ്ങിൻ്റെ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. ഒരു ചിസലിന് ഞാൻ കട്ട് ചെയ്യാണ്, ക്രോസ് സെക്ഷനിലാണ് കട്ട് ചെയ്യുന്നത്. ഷേപ്പ് എന്തായിരിക്കും?
യൂഷ്വലി ഹെക്സഗണൽ ഓർ ഒക്ടഗണൽ ആയിരിക്കും. ചില കേസുകൾ വെൽഡിങ്ങിൻ്റെ എക്സാമിൽ ഹെക്സഗണലാണ് അതിലുണ്ടായിരുന്നത്. ചില കേസുകൾ ഒക്ടഗണലും കാണാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അതായത് നമ്മുടെ ഓപ്ഷൻസിൽ എ ഓർ ബി ഓർ സി ഓർ ഡിയിൽ ഒന്നേ വരുള്ളൂ. ഹെക്സഗണൽ, ഒക്ടഗണൽ, ട്രയാങ്കിൾ ആയിരിക്കും, സർക്കിൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഹെക്സഗണൽ ഓർ ഒക്ടഗണൽ അതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ബാക്കിയൊക്കെ റോങ് ആൻസർ ആയിരിക്കും നമുക്കറിയാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായി മക്കളെ, പഠിച്ചു വെച്ചോളണം. ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചോളണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ചിസലിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള സാധ്യതകൾ ഒന്ന് ചിപ്പിംഗ് ആംഗിളും, രണ്ടാമത്തത് ഇതുമായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രോസ് സെക്ഷൻ. ഒരു ചിസലിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ ഹെക്സഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒക്ടഗണൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് എന്താണ്? ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ആലോചിച്ച് വെക്കാം. ഇതിൻ്റെ കട്ടിംഗ് എഡ്ജ് എന്തായിരിക്കും? ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പോയിന്റ് തന്നെ കേട്ടോ. പഠിച്ചു വെക്കണടാ. കിട്ടാത്തവർ പഠിച്ചു വെക്കുക. എന്തെങ്കിലും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിസൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ചിസൽ, നമുക്കറിയാം. ഇതിൽ ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഓക്കെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യാം ക്രോസ് സെക്ഷനിൽ. അപ്പോൾ അവിടെ കാണാൻ പോകുന്നത് ഒന്നാണെങ്കിൽ ഹെക്സഗണൽ രീതിയിലോ അല്ലെങ്കിൽ ഒക്ടഗണൽ രീതിയിലോ. ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ. ഓക്കെ ഫൈൻ, റെഡി. ഇങ്ങനെ കിട്ടിയോടാ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വെൽഡിങ്ങിൻ്റെ എക്സാമുകൾ പ്രീവിയസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഈ ചോദ്യം കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാലും ടൈപ്പ് ഓഫ് ചിസൽസ് ആണ്. ടൈം കുറേ പോകുന്നുണ്ട്, എന്നാലും നോക്കാം. നമുക്ക് ടൈപ്പ് ഓഫ് ചിസൽസിലേക്ക് നോക്കാം. ഫ്ലാറ്റ് ചിസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ യൂസ്ഡ് ടു റിമൂവ് മെറ്റൽ ഫ്രം ലാർജ് ഫ്ലാറ്റ് സർഫസ് ആൻഡ് ചിപ്പിംഗ് ഓഫ് എക്സസ് മെറ്റൽസ്, വെൽഡ് ജോയിൻറ്റ്സ് ആൻഡ് കാസ്റ്റിങ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ മെറ്റൽസുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് ചിസലാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ചിസൽ എന്നാണ് ചോദ്യം ആൻസർ എന്ന് മനസ്സിലാക്കി വെക്കാം. നോക്കടാ, റിമൂവിങ് ഓഫ് ലാർജ് ഫ്ലാറ്റ് സർഫസ് ആൻഡ് ചിപ്പിംഗ് ഓഫ് എക്സസ് മെറ്റൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഷേപ്പ് നോക്കുക. കട്ടിംഗ് എഡ്ജ് ആണ് ഇതിന് പറയുന്നത്. ഫോർജിങ് ആംഗിൾ എന്ന് ഇതിനറിയപ്പെടുന്നു. ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. ഹെഡ്, സ്ട്രിങ്കിങ് ഹെഡ് എന്നത് ഇതിനറിയപ്പെടുന്നു. ഓരോ ഭാഗങ്ങൾ എല്ലാ ചിസലിനും അതിൻ്റെയാണ് പേര്, എന്നാലും ആലോചിച്ച് വെക്കാൻ വേണ്ടി. എക്സസ് ആയിട്ടുള്ള മെറ്റലുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്ലാറ്റ് ചിസൽ യൂസ് ചെയ്യാൻ പറ്റും. കിട്ടിയോടാ? അടുത്ത് നോക്കാം. ക്രോസ് കട്ട് ചിസൽ. ഒന്നാമത്തെ ടൈപ്പിന് പറയുന്ന പേരാണ് ഫ്ലാറ്റ് ചിസൽ. രണ്ടാമത്തെ ക്രോസ് കട്ട്. ഇതിൻ്റെ ഫിഗർ ഒന്ന് നോക്ക്. ഇതിൻ്റെ ഈ ഒരു ടിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രോസ് കട്ട് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കണം. ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഷേപ്പ്? ഹെക്സഗണലോ ഒക്ടഗണലോ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ക്രോസ് കട്ട് ഓർ ക്യാപ് ചിസൽ എന്നാണ് അറിയപ്പെടുന്നത്. ദീസ് ആർ യൂസ്ഡ് ഫോർ കട്ടിങ് കീവേസ് ആൻഡ് ഗ്രൂസ്. ഇമ്പോർട്ടൻ്റ് ആണ്. കീവേസിനെയും ഗ്രൂസും കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പ്രീവിയസ് ഇയർ എക്സാമിനേഷനുകളിൽ 1-2 എക്സാമിനേഷനുകളിൽ ചോദിച്ചിട്ടുണ്ട്. സാധാരണ കേസിൽ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കീവേസും ഗ്രൂസും ആൻഡ് സ്ലോട്ടുകളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി, ചിപ്പിംഗ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചിസൽ ഏതാണ്? ക്രോസ് കട്ടാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ഭാഗം എന്താണ്? ഹാഫ് റൗണ്ട് നോസ് ചിസലാണ്. ഇതിൻ്റെ ഫിഗർ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫിഗറിലേക്ക് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഹാഫ് റൗണ്ടാണ് ഇത്. ഇതിൻ്റെ പാത്താണ്. ചിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പാണ് ഇവിടെ കാണിക്കുന്നത്. കിട്ടിയോടാ? ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ഫോർ കട്ടിങ് എ കർവ്ഡ് ഗ്രൂസ്. ഇതൊന്നും സംശയമുണ്ട്. കാരണം ഈ ഹാഫ് റൗണ്ട് എന്ന് പറഞ്ഞാൽ കർവ്ഡ് ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, കർവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചിസൽസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് റൗണ്ട് നോസ് ചിസലാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഫൈൻ. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ട് പോയിന്റ് ചിസൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്യുന്നതൊക്കെ എഴുതി വെച്ചുകൊള്ളുക. ഈ ചിസലിൻ്റെ ഇവിടെ ഞാൻ ഇതൊന്ന് പറയട്ടെ. ഡയമണ്ട് പോയിന്റ് ചിസൽ എന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ഇൻ ദ സ്ക്വയറിംഗ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് കോർണേഴ്സിലെ മെറ്റീരിയൽസിനെ സ്ക്വയറിംഗ് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഡയമണ്ട് ചിസലാണ്. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്ത് വെച്ചുകൊള്ളുക. അതേപോലെ തന്നെ ഹാഫ് റൗണ്ട് ന്യൂസ് നമുക്ക് എന്തായാലും അറിയാം, കാരണം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്രോസ് കട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മാർക്ക് ചെയ്യാണ്. IMP എന്ന് എഴുതി വെച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട അടുത്തതാണ് ഫ്ലാറ്റ് ചിസൽ. നമുക്കറിയാം ഈ രണ്ട് ക്രോസ് കട്ട് അതുപോലെ തന്നെ ഡയമണ്ട് കട്ടും. ക്രോസ് കട്ട് യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? യൂസ് ഫോർ കട്ടിങ് കീവേസിനായിരുന്നു. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് യൂസ് ചെയ്യുന്നതാണ് കോർണേഴ്സിനെയാണ്. പഠിച്ചു വെച്ചോ, കിട്ടും. ഇതിൻ്റെ ഫിഗർ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്തോളാം. ഫൈൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമുകളിൽ സ്ഥിരം സാന്നിധ്യമാകുന്നതും ഏറ്റവും
കോംപ്ലിക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല, സിമ്പിളാണ് അല്ലേ. നമുക്ക് എപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ള കൂടുതൽ പഠിക്കാനുള്ള മറ്റു ടൂൾസിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ടൂൾസിന് പഠിക്കാനുള്ളത് ഹെക്സോയിലായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഹെക്സോ പോലുള്ള ചില ടൂൾസാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ ഹെക്സോ പഠിച്ച് വെക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹെക്സോയിലൂടെ നിർത്താം. അതിനുശേഷം ബാക്കി വരുന്ന ക്ലാസ്സുകൾ അടുത്ത പാർട്ടാക്കി എഴുതാം. കുറച്ചും കൂടി ടൈം പോകുന്നുണ്ട് നമുക്ക്, കാരണം അറിയാം നമ്മൾ ലോങ് ആയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നിർത്താം. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്ന പോർഷൻസൊക്കെ വീഡിയോസ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെക്സോ പറഞ്ഞ് നിർത്താം. ഹെക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെക്സോ നമുക്കറിയാം, ഈ ഹെക്സോ ആർ മേഡപ്പ് ഓഫ് എയ്തർ ലോ അലോയ് സ്റ്റീൽ എന്നാണ്. അതുപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റീൽ, രണ്ടിനെ കൊണ്ടും ഉണ്ടാക്കാൻ സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചില കേസുകളൊക്കെ രണ്ടും ആലോചിച്ച് വെക്കണം. ലോ അലോയ് സ്റ്റീലോ ഹൈ സ്പീഡ് സ്റ്റീലോ ആയിരിക്കും ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അവൈലബിൾ സ്റ്റാൻഡേർഡ് ലെങ്ത്, ഇത് സാധാരണ ചോദിച്ചിട്ടുണ്ടടാ, കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹെക്സോൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്താണ്? 250 മുതൽ 300 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ദ ഹെക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 മുതൽ 300 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ട് മെറ്റൽസ് കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അലോയ് സ്റ്റീലിനെ കൊണ്ടോ ലോ അലോയ് സ്റ്റീലിനെ കൊണ്ടും ഹൈ സ്പീഡ് സ്റ്റീലിനെ കൊണ്ടുമാണ് നമ്മൾ ഹെക്സോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കണം, ആലോചിച്ച് വെക്കണം. അടുത്ത എന്താ ടൈപ്പ് ഓഫ് ഹെക്സോൻ്റെ കേസ് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ ഓൾ ഹാർഡ് ബ്ലേഡും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ബ്ലേഡും. അതായത് ഈ ഒരു ഫിഗറിൽ കൊടുത്തതുപോലെ തന്നെ ഞാൻ എന്താക്കാം, ഈ ഒരു ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ നോക്കണം, ഇവിടെ പിൻ ഹോൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെൻട്രൽ ലൈൻ, ഹെക്സോൻ്റെ സെൻട്രൽ ലൈൻ എങ്ങനെയാണ് വരച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു സൈഡാണ് ബാക്ക് ഹെഡ്ജാണ്, നമ്മുടെ കൈയിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഹാൻഡിൽ പിടിക്കുന്നത് ഈ ബാക്ക് ഹെഡ്ജിലായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഓൾ ഹാർഡൻഡ് സ്റ്റീൽ എന്ന് ഓൾ ഹാർഡൻഡ് ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ബിറ്റ്വീൻ ദ പിൻ ഹോൾ ആൻഡ് ഹാർഡൻഡ് ആൻഡ് ഇറ്റ് യൂസ് ടു ഹാർഡൻ മെറ്റൽ സച്ച് ആസ് ടൂൾ സ്റ്റീൽ, ഡൈ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ഈ ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസുകൾ പഠിച്ചു വെക്കണം. കാരണം ഓൾ ഹാർഡൻഡ് സ്റ്റീലുകൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ടൂളിനെ കട്ട് ചെയ്യാനാണ്, അതിലേതെങ്കിലും ഒരു ഓപ്ഷൻസ് വന്നാലോ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഓൾ ഹാർഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോക്കടാ, ഈ ഒരു എക്സോ ബ്ലേഡിൻ്റെ എൻറ്റയർ പോർഷൻസ് അല്ലേ, ഈ ഒരു എൻറ്റയർ പോർഷൻസ് എന്തായിരിക്കും, ഹാർഡായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. എക്സോ ബ്ലേഡിലെ എൻറ്റയർ പോർഷൻസ് ഹാർഡായിരിക്കും. നമ്മൾ സാധാരണ ഈ ഓൾ ഹാർഡൻഡ് ടൂൾസുകൾ യൂസ് ചെയ്യുന്നത് ടൂൾ സ്റ്റീലും ഡൈ സ്റ്റീലും ഹൈ കാർബൺ സ്റ്റീലും ആയിരിക്കും. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആട്ടോ, ആലോചിച്ച് വെച്ചോ, പോയിൻ്റായിട്ട് എഴുതി വെച്ചോ. രണ്ടാമത്തത് ഫ്ലെക്സിബിൾ സ്റ്റീലാണ്. ഫ്ലെക്സിബിൾ സ്റ്റീൽ ഞാൻ ആ ഫിഗർ ഒന്ന് വരച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് തുടക്കത്തിലേ പറഞ്ഞുതരാം. ഞാനിതാ ഇങ്ങനൊരു എക്സോ എടുത്തു. ഓക്കെ, ഹെക്സോ എടുത്തു. ഫ്ലെക്സിബിൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടീത്തിൻ്റെ പോർഷൻസ് മാത്രം ഹാർഡൻഡ് ആയിരിക്കും. ഓക്കെ, ടീത്തിൻ്റെ പോർഷൻസ് മാത്രം ഹാർഡൻഡ് ആയിരിക്കും. അതിനാണ് പറയുന്നത് ഓൺലി ദ ടീത്ത് ആർ ഹാർഡൻഡ് ബിക്കോസ് ദെയർ ഫ്ലെക്സിബിലിറ്റി. ദിസ് ബ്ലേഡ്സ് ആർ യൂഷ്വലി കട്ടിങ് അലോങ് കർവ്ഡ് ലൈൻസ്. ഫ്ലെക്സിബിൾ ബ്ലേഡ് ഷുഡ് ബി തിന്നർ ദാൻ ഓൾ ഹാർഡൻഡ്. അതായത് ഓൾ ഹാർഡൻഡ് ബ്ലേഡും അതുപോലെ ഫ്ലെക്സിബിൾ ബ്ലേഡും എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഫ്ലെക്സിബിൾ ബ്ലേഡ് എപ്പോഴും തിന്നർ ആയിരിക്കും, ഓൾ ഹാർഡൻഡ് എന്തായിരിക്കും, തിക്കർ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതെന്തായിരിക്കും, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? കർവ്ഡ് ആയിട്ടുള്ള ലൈൻസുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സിബിൾ ബ്ലേഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പിച്ച് ഓഫ് ദ ഹെക്സോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ ഒന്നും കൂടി ഒന്ന് പഠിച്ചു വെച്ചു. രണ്ട് ടീത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഫിഗറിൽ കാണുമ്പോൾ തന്നെ രണ്ട് അഡ്ജസൻ്റ് ആയിട്ട്, രണ്ട് ടീത്തുകൾ എന്ന് പറയുന്നത് തെറ്റാണ്, രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ടീത്തുകൾ തമ്മിലുള്ള അല്ലേ, രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ടീത്തുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് പിച്ച് എന്ന് അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അറിയാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോ, വരച്ച് വെച്ചോ, അല്ലെങ്കിൽ ഓർത്ത് വെച്ചെങ്കിലും എന്താക്കുക, എക്സാമിന് പോവുക. ഓക്കെ, പിച്ച് എന്താണെന്ന് ചോദിക്കില്ലെങ്കിൽ പോലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലടാ. രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ടീത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് പിച്ച് എന്നറിയപ്പെടുന്നത്. പിച്ചിനെ നമ്മൾക്ക് രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ടീത്തിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തത് 0.8 എന്ന് പറയുന്ന ഫൈനായിട്ടും, ഓക്കെ, 0.8 എന്ന് പറയുന്ന ഫൈനായിട്ടും, രണ്ടാമത്തത് 1 മുതൽ 1.4 വരെ അല്ലെ, 1 to 1.4 വരെ മീഡിയം പിച്ചഡ് ആയിട്ടുള്ള മീഡിയം എന്നും, അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയില്ലേ 1.8 അതിനെ മേലേക്കുള്ള കോഴ്സ് എന്നും പറയപ്പെടുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവിടെ 0.8 mm ആണ് അതിൻ്റെ പിച്ച് ലെങ്ത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫൈൻ. 1 mm മുതൽ
1.4 mm വരെയുള്ള ആ ലെങ്ത്തിൽ പറയുന്ന പേരാണ് മീഡിയം. അതുപോലെ തന്നെ 1.8 mm ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോഴ്സ്. കിട്ടിയോ? കിട്ടണം, അവിടെ കിട്ടണം. ഇത് ആലോചിക്കുക. ഈ ഒരു ഡയഗ്രം അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ, അതുപോലെ തന്നെ ഈ ഒരു ചാർട്ട് മനസ്സിലാക്കുക. 0.8 ആണെങ്കിൽ ഫൈന്, 1.4 ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് മീഡിയം. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് അല്ലേ, 1.8 ആണെന്ന് മനസ്സിലാക്കി വെക്കണം. റെഡി? പിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി സാധാരണ കേസുകളിൽ ഏറ്റവും കൂടുതൽ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്പെസിഫിക്കേഷൻസ്. നമ്മൾ പല ടൂൾസിനും സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ആക്സോ ബ്ലേഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തു തരാം. എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ? ലെങ്ത്, പിച്ച്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഇതിൻ്റെ ആക്സോ ബ്ലേഡിൻ്റെ അടുത്ത എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്മിത്തിൻ്റെ എക്സാമിന് അല്ലേ, സ്മിത്തിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഇതാണ് ചോദ്യമെങ്കിൽ ആലോചിച്ച് നോക്കുക. ആക്സോ ബ്ലേഡിൻ്റെ സ്പെസിഫിക്കേഷൻ ഓഫ് ആക്സോ ബ്ലേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലെങ്ത്, പിച്ച്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ദ വിഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് ബ്ലേഡ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ലെങ്ത്, പിച്ച് ഓർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത്തിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞ. സ്റ്റാൻഡേർഡ് ലെങ്ത്തിൻ്റെ ആക്സോണിൻ്റെ ലെങ്ത്ത് 250 മുതൽ 300 mm ആയിരിക്കും. കിട്ടിയോടാ? അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ, ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. കിട്ടിയോ? റെഡി? അടുത്ത ചോദ്യം, അടുത്ത ഭാഗം നമുക്ക് ആക്സോൺ എന്ന് പറഞ്ഞാൽ കട്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. കട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലേഡ് ഈ ഒരു ബ്ലേഡ് ഇങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്. നോക്കുക, ഇങ്ങനെയാണ് ഞാൻ അലൈൻ ചെയ്തെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം? ഭയങ്കര ടൈറ്റ് ആയിരിക്കില്ലേ? അതുകൊണ്ട് നമുക്കറിയാം ഹാക്സോണിൻ്റെ ടീത്തിനെ അലൈൻ ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്നതാണ് സ്വയിങ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ആക്സോണിൻ്റെ ടീത്തിനെ അലൈൻ ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ സ്വയിങ് എന്ന് അറിയപ്പെടുന്നത്. അത് നിങ്ങളുടെ സിലബസിൽ കാണാൻ പറ്റും. അത് എന്തിനാണ് അലൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ ഫിഗറിലേക്ക് നോക്കണം. ഈ ഒരു ഫിഗറിൽ ഈ ഒരു പോർഷനാണ് നമ്മുടെ ആക്സോ ബ്ലേഡ്. പക്ഷേ ഇതിൻ്റെ ടീത്തിൻ്റെ അലൈൻമെൻറ്റ് നോക്കടാ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ ആക്സോ ബ്ലേഡിൻ്റെ എൻഡുകൾ, 2 സൈഡ് എൻഡുകളും ഈ ഒരു കട്ടിങ് എൻഡും തമ്മിലൊരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ കാണാൻ പറ്റും അല്ലേ? ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് തന്നെയാണ് സ്വയിങ് ഓപ്പറേഷനിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? ആക്സോ ബ്ലേഡിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? സ്റ്റാഗേർഡ് എന്നാണ് അതിനറിയപ്പെടുന്നത്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ടീത്തുകൾ ഓർ ഗ്രൂപ്പ് ഓഫ് ടീത്തുകൾ രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ടീത്ത്, ഒന്ന് അടുത്ത് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെയുള്ള ടീത്തുകളും പറ്റും. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 1, 2 അല്ലെങ്കിൽ 1, 2, 3, 3, 4, 5 അങ്ങനെയുള്ള ടീത്തുകളോ എന്ത് ചെയ്യുക? അറേഞ്ച്ഡ് ഇൻ സ്റ്റാഗേർഡ് ഫോർമേഷനിൽ ദ അറേഞ്ച്മെൻറ്റ് ഹെൽപ്പ് ടു ഫ്രീ കട്ടിങ്, പ്രൊവൈഡ് ഗുഡ് ഷിപ്പിംഗ് ക്ലിയറൻസ് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രീ കട്ടിങ് നമ്മൾ സ്റ്റാഗേർഡ് ക്ലിയറൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കണം, ആൾട്ടർനേറ്റ് ആയിട്ട് ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് ഒന്നിങ്ങോട്ട് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ടീത്തുകൾ. അല്ലെങ്കിൽ 2 ഇങ്ങോട്ട്, ഞാൻ ഈ ഫിഗർ പറഞ്ഞ 2 ഇങ്ങോട്ട്, 2 ഇങ്ങോട്ട് ഇങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റാഗേർഡ് എന്ന് അറിയപ്പെടുന്നത്. കിട്ടിയോടാ? ഈ ഫിഗറൊക്കെ അതിലാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും, ഒന്നിങ്ങോട്ട്. കിട്ടിയോ? ജസ്റ്റാണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്രീ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോയിങ് ഓഫ് ഈ ഓപ്പറേഷൻസ് നടത്തുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താ പറയുന്നത്? വേവ് സെറ്റാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്ന പേരാണ് വേവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ ടീത്തുകൾ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ഒരു വേവ് ഫോർമേഷനിലായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 അറേഞ്ച്ഡ് ആയിട്ടുള്ള കുറേ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ ടീത്തുകൾ ഒരേ അലൈൻമെൻറ്റിൽ ഇങ്ങനെ കർവേച്ചർ ഒരു വേവിൻ്റെ ഫോർമേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇൻ ദിസ് ടീത്ത് ആർ ബ്ലേഡ് ആർ അറേഞ്ച്ഡ് ഇൻ വേവ് ഫോം എന്നറിയപ്പെടുന്നത് വേവിൻ്റെ രീതിയിലായിരിക്കും. ഒരു വേവ് പോകുന്നത് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ടീത്തുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കണോടാ. മനസ്സിലാക്കിക്കോ, സെറ്റാണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പിച്ചിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇത്. ഓക്കെ, നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട് 0.8 mm പിച്ചിലുള്ളതിന് നമ്മൾ പറയുന്നത് ഫൈൻ എന്നാണ് അല്ലേ. 0.8 എന്നുള്ള പിച്ചിന് പറയുന്ന പേരാണ് ഫൈന്. ഫൈൻ ബ്ലേഡുകൾ സാധാരണ കേസുകളിൽ വേവ് സെറ്റായിരിക്കും. ടൈപ്പ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വിങ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേവ് ആയിരിക്കും. അതുപോലെ തന്നെ 1.4 1 മുതൽ 1.4 ഉള്ളത് നമ്മൾ പറയുന്നത് മീഡിയമാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് സെറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 0.8 ആണെങ്കിൽ നമ്മൾ അവിടെ എന്തായിരിക്കും? വേവ് സെറ്റ് ആയിരിക്കും. എല്ലാ ബ്ലേഡുകളും വേവ് സെറ്റിലേക്കും അറേഞ്ച് ചെയ്യുക. കാരണം അതിൻ്റെ ഉറപ്പിനനുസരിച്ച്, തിക്നെസ്സിനനുസരിച്ച് 1 mm തിക്നെസ്സിലുള്ള ബ്ലേഡുകളാണെങ്കിൽ നമ്മൾ അതിൽ ബോത്തായിട്ടുള്ള വേവും സ്റ്റാഗേർഡും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ,
0.8 ആണെങ്കിൽ വേവ് ആണ്. 1 mm ആണെങ്കിൽ വേവും സ്റ്റാഗേർഡും യൂസ് ചെയ്യാറുണ്ട്. ഓവർ 1ൻ്റെ മേലുള്ള 1.4 മീഡിയത്തിൽ വരുന്ന 1.4 ആയാലും കോഴ്സിൽ വരുന്ന 1.8 ആയാലും എപ്പോഴും സ്റ്റാഗേർഡിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും സ്റ്റാഗേർഡിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. കിട്ടിയോടാ. അതുപോലെ ബ്ലേഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ദ സെലക്ഷൻ ഓഫ് ബ്ലേഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ ആൻഡ് ഹാർഡൻ ഓഫ് ദ മെറ്റീരിയൽസ് കട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഷേപ്പ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ കട്ട്. നമ്മൾ സാധാരണ ബ്ലേഡുകളൊക്കെ ഈ പിച്ചും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സെറ്റൊക്കെ സെലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാൻ പറ്റും. സെലക്ഷൻ ഓഫ് ബ്ലേഡ് സെക്ഷൻ ബ്ലേഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റും. ഹാർഡ്നെസ് ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതേ ഉള്ളൂ. കിട്ടിയോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിച്ച് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യനുകൾ സാധാരണ കാണാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തോടാ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഫോർ സോഫ്റ്റ് മെറ്റൽസ് ആയത് ബ്രോൺസ്, ബ്രാസ്, സോഫ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, ഹെവി ആംഗിൾസ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? ബ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെറ്റൽസിന്, അല്ലെങ്കിൽ ബ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അലോയി അല്ലേ, ബ്രോൺസും ബ്രാസും ഒക്കെ അലോയി ആണല്ലോ, അലോയിക്ക് ഏത് തരം ബ്രോൺസിനെ കട്ട് ചെയ്യുമ്പോൾ ഏത് തരം ബ്ലേഡാണ്, ഏത് പിച്ച് ഉള്ള ബ്ലേഡാണ് യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1.8 ഉള്ള കോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കും. കോഴ്സ് പിച്ച് ആയിട്ടുള്ള ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് എന്താ പറയുന്നത്? ഏതൊക്കെ ടൂളാണ്? ടൂൾ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ. നമ്മൾ നേരത്തെ പറഞ്ഞു 1.4 mm ഉള്ളതാണ്. 1.4 mm ഉള്ള നമുക്ക് ഏത് ക്ലാസിഫിക്കേഷനിൽ വരും? മീഡിയത്തിൽ വരും. 1ഉം 1.4 മീഡിയം അല്ലായിരുന്നോ? ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ആംഗിൾ അയൺ, ബ്രാസ് ട്യൂബ്, കോപ്പർ, അയൺ പൈപ്പ് അത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? 1 mm മീഡിയം. ഇത് രണ്ടും മീഡിയമാണ് മനസ്സിലാക്കിയപ്പോൾ. അപ്പോൾ രണ്ടും മീഡിയത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചാൽ മതി. അടുത്തത് എന്താ വരുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുന്നത്? ഹൈ സ്പീഡ് സ്റ്റീൽ ബ്ലേഡ് ആർ യൂസ്ഡ് ഫോർ റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് എന്നാണ് പറഞ്ഞത്. അതായത് റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ ബ്ലേഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈ സ്പീഡ് സ്റ്റീലിനെ കൊണ്ടാണ്. ഓക്കെ. റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ആലോചിച്ച് വെക്കുക. റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താണ്? ഹൈ സ്പീഡ് സ്റ്റീലായിരിക്കും. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് ആണെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഹൈ കാർബൺ സ്റ്റീലാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ജനറൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹൈ കാർബൺ സ്റ്റീലായിരിക്കും. രണ്ടും പറഞ്ഞത് മനസ്സിലായോടാ? ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പറഞ്ഞതേ ഉള്ളൂ. റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീലും, ജനറൽ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹൈ കാർബൺ സ്റ്റീലും ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇത് രണ്ടും കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. കിട്ടിയോ? റെഡി? ഓക്കെ. നമ്മളിവിടെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കുറേ ഉണ്ട്. ചിസലിൻ്റെ ഒരു ചാർട്ടും കൂടി, കട്ടിങ് ആംഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്കി വീഡിയോസ് കാണണമെങ്കിൽ, അടുത്ത ക്ലാസ്സുകൾ കാണണമെങ്കിൽ ഈ ഒരു ചാനൽ എന്തെങ്കിലും മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം.